സുധീഷിന്റെ തീരുമാനങ്ങൾ കേട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന നിധി. കാറ്റത്തക്കിൽ കൂടുന്ന ജനപ്രിയ പരമ്പരയിൽ സുധീഷിന്റെ ചില തീരുമാനങ്ങൾ കേട്ട് ഞെട്ടി നിൽക്കുന്ന നിധിയെയാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നീതുവിൻ്റെ സഹോദരന്മാരുമായിട്ടുള്ള ആ സംഘർഷത്തിന് ശേഷം സുഭാഷ് തൻ്റെ സഹോദരന്മാരെയും നിധിയെയും കൂട്ടിച്ചേർത്ത് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനി നിധി ഒറ്റയ്ക്ക് ഓഫീസിലേക്ക് പോകണ്ട. നിധി ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ആരെങ്കിലും നിധിക്കൊപ്പം ഉണ്ടായിരിക്കണം. നിധി ഒറ്റയ്ക്ക് കൊണ്ടാണല്ലോ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇനിയും അത് ആവർത്തിക്കാതിരിക്കുമെന്ന് നമ്മൾ കരുതണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ജാഗ്രത വേണം. നിധി ഇനി എന്ന് ഓഫീസിൽ പോയാലും നിധിയോടൊപ്പം സുധീഷോ നികേഷോ ഹരീഷോ ആരെങ്കിലും അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും ഒരാൾ കൂട്ടിന് പോകണം എന്ന് പറയാണ്. ഇത് കേട്ട നിധി ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. കാരണം സ്വാതന്ത്ര്യത്തോടുകൂടി ജോലിക്ക് പോകുവാൻ വേണ്ടിയാണ് താൻ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ആ ഒരു അവസരം ലഭിച്ചുവെങ്കിലും വീണ്ടും സുഭാഷേട്ടൻ്റെ തീരുമാനങ്ങൾ വീണ്ടും തന്നെ കൂട്ടിലടക്കുന്നത് പോലെ നിധിക്ക് തോന്നുകയാണ്. ഇത് കേട്ട സുഭാഷ് പറയാണ്, വേണ്ട സുഭാഷേട്ടാ, അത് വേണ്ട. നിധി ഒറ്റയ്ക്ക് ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി യാത്ര ചെയ്യുവാനുമാണ് നിധി ആഗ്രഹിച്ചത്. അത് ഇതുവരെയും നടന്നു. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എല്ലാ ദിവസവും നിധിക്കൊപ്പം കൂടെ നടക്കുകയും നിധി ഓഫീസിലും മറ്റു കാര്യങ്ങൾക്ക് വെളിയിലേക്ക് പോകുമ്പോഴും കൂടെ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എല്ലാവരെയും പേടിച്ച് ജീവിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാകും. അതൊരിക്കലും പാടില്ല. മാത്രമല്ല നിധിക്ക് തൻ്റെ സ്വാതന്ത്ര്യം പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് സുധീഷ് തീരുമാനം പറയാം. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അല്ല സുധീഷേ, അത് വേണം. ഇനിയും അവന്മാർ അടങ്ങിയിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം അവന്മാർ ഇനിയും നിധിയെ അപമാനിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും. അതൊരിക്കലും നടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിധിയോടൊപ്പം നമ്മൾ ആരെങ്കിലും പോകണമെന്ന്. വീണ്ടും സുഭാഷിൻ്റെ വാക്കുകൾ കേട്ട് സുധീഷ് പറയാണ്, വേണ്ട സുഭാഷേട്ടാ, നിധിക്ക് ഒറ്റയ്ക്ക് പോകുവാനാണ് അവൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ നിധി ഒറ്റയ്ക്ക് പോയിക്കോട്ടെ. ഇനി എന്നും ഇതുവരെ എങ്ങനെയാണോ നിധി പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇനി നാളെ മുതൽ നിധി പോകുന്നത്. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഞാനത് ഡീൽ ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് വാതോരാതെ നിധിക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ നിധിക്ക് വേണ്ടി സുഭാഷേട്ടനോട് ബാധിക്കുന്നത് കേൾക്കുമ്പോൾ നിധിയുടെ നോട്ടം മുഴുവൻ സുധീഷിൻ്റെ മുഖത്തേക്കായിരുന്നു. എന്നാൽ സുധീഷ് നിധിയെ ശ്രദ്ധിക്കാതെ തൻ്റെ ചേട്ടനായ സുഭാഷിനോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിനുശേഷം സുധീഷ് നിധിയോട് ചോദിക്കുക, നിധിയുടെ ആഗ്രഹവും ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ? നിധിക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണോ ഇഷ്ടം, അതോ ആരെങ്കിലും കൂട്ടുവരുന്നതാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നിധി ഉത്തരം പറയുന്നില്ല. കാരണം സുഭാഷിയേട്ടൻ്റെ തീരുമാനങ്ങളാണ്. പെട്ടെന്ന് അതിനെ നിരസിക്കുവാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് നിശബ്ദമായിരിക്കുന്ന സമയത്ത് നിധിയോട് ചോദിക്കുകയാണ് വീണ്ടും സുധീഷ്, നിധിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, ഇല്ല, എനിക്ക് പേടിയില്ല സുധീഷേ, ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയാം, കേട്ടോ സുഭാഷേട്ടാ, അതാണ് നിധിയുടെ തീരുമാനം. നിധിയുടെ തീരുമാനത്തിലാണ് നമ്മൾ കൂട്ടു നിൽക്കേണ്ടത് എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും സുധീഷിന്റെ നിർബന്ധപ്രകാരം സുഭാഷിന്റെ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതിനുശേഷം നിധി എന്നും ഒറ്റയ്ക്ക് ഓഫീസിലേക്ക് പോകുന്നത് പോലെ തന്നെ പോകുവാനുള്ള അവസരവും കൊടുക്കുകയാണ്. അതേസമയത്ത് മറുഭാഗത്ത് കടന്ന് നീതുവിൻ്റെ ജീവിതത്തിലെ വീണ്ടും തിരിച്ചടികളാണ്. നീതു വീട്ടിൽ ചെന്നതിന് ശേഷം തൻ്റെ അമ്മ യാതൊരു സൗകര്യവും കൊടുക്കാതെ നീതുവിനെ ചീത്ത പറയുകയും അതുപോലെ നീതുവിനെ വഴക്ക് പറയുകയും ചെയ്യുക. തൻ്റെ അമ്മ മാത്രമല്ല, തൻ്റെ അച്ഛനും സഹോദരനുമൊക്കെ സ്വന്തം കുടുംബത്തെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുവാൻ ശ്രമിച്ച നീയാണോടി ഒരു കൂടപ്പറപ്പ് എന്ന് ചോദിച്ച് തല്ലുകൊണ്ട നീതുവിൻ്റെ സഹോദരനും അതുപോലെ തൻ്റെ അച്ഛനും അമ്മയുമൊക്കെ നീതുവിൻ്റെ തലയിൽ കയറി നിരങ്ങുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാട്ടോ. അതിനുശേഷം കാണുന്നത് എന്തായാലും നീതു ഇപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. നീതുവിൻ്റെ മനസ്സ് തന്നെ പറയാണ്, നീ ഇനി ഒന്നും മിണ്ടരുത്. നിനക്കിനി നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരൻ്റെ കയ്യിൽ തല്ലി മേടിക്കുവാനുള്ള ആരോഗ്യമില്ല, അതിനുള്ള ബലം നിനക്കില്ല. അതുകൊണ്ട് നീ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്ന് തൻ്റെ മനസ്സാക്ഷി തന്നെ, അല്ലെങ്കിൽ തൻ്റെ മനസ്സ് തന്നെ തന്നോട് പറയുന്നത് കേൾക്കുകയും തൻ്റെ അമ്മയും അച്ഛനും ചേട്ടനുമൊക്കെ തന്നെ ശകാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അത് മറുചെവിയിൽ കൂടെ തള്ളിക്കളയുന്ന നീതുവിനെയും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. അതിനുശേഷം കാണുന്ന വീണ്ടും എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന, അല്ലെങ്കിൽ സുധീഷിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുവാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് സന്തോഷത്തോടു കൂടി എല്ലാവരും 4 പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതിനിടയിൽ പകരം നടന്ന സംഭവങ്ങളെക്കുറിച്ചും നീതു പോലീസുകാരോട് തന്നോട്
ഹരീഷ് തന്നോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഹരീഷ് ഇങ്ങനെ ഓർത്തെടുക്കുകയും അതിൽ സന്തോഷം കൊള്ളുകയും അല്ലെങ്കിൽ പുളവും കൊള്ളുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. ഈ സമയത്ത് സുധീഷിന് മനസ്സിലായി ഇവൻ എന്തോ സ്വപ്നം കണ്ട് കിടക്കുകയാണ് എന്ന്. അങ്ങനെ ഹരീഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹരീഷ് പകല് നടന്ന ആ കാര്യങ്ങളെ സുധീഷിനോട് പറയുക, സുധീഷടാ കണ്ടോ, നീതു എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൾ പോലീസുകാരോട് പറഞ്ഞില്ലേ ഞാൻ ഹരീഷിനെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ അങ്ങ് കുളിർമ തോന്നി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ സുധീഷ് ഹരീഷിനെ ഒന്ന് കളിയാക്കുകയും അതിനുശേഷം സുധീഷ് പറയണം, ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇനിയും കുറച്ച് പ്രേമത്തെക്കുറിച്ച് കുറച്ച് പഠിക്കുവാനുണ്ട്. നീ എനിക്ക് ദക്ഷിണ വെച്ച് അല്പസമയം കൂടെ എന്നോടൊപ്പം നീ നിൽക്ക്, നിന്നെ ഞാൻ എല്ലാം പ്രേമത്തെക്കുറിച്ച് എല്ലാ കാര്യവും പഠിപ്പിക്കാമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷ് സുധീഷിനെ കളിയാക്കിയേ സുധീഷിനോട് പറയാണ്, ഒരു സ്വന്തമായിട്ട് ഒരു പ്രേമം പോലും ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്ത തങ്ങളാണോ എന്നെ പ്രേമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ഈ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയും ഇത് കേട്ട് ചമ്മി കിടക്കുന്ന നമ്മുടെ സുധീഷിനെ കാണാം. അതിനുശേഷം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സുഭാഷിൻ്റെ മനസ്സ് ആകെ ചഞ്ചലപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സുഭാഷ് എല്ലാവരും ഉറങ്ങി എന്ന് കണ്ടപ്പോൾ പതിയെ ചെന്ന് ഹരീഷിനെയും നികേഷിനെയും വിളിച്ചെഴുന്നേൽപ്പിക്കുക. ഈ സമയത്ത് സുധീഷ് ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി തൻ്റെ മുഖത്ത് ലൈറ്റ് അടിച്ച് നോക്കുകയും ഈ സമയത്ത് സുധീഷ് കിടന്നുറങ്ങുന്ന ഭാഗമാണ്. അങ്ങനെ സുധീഷിനെ മാത്രം വിളിച്ചെഴുന്നേൽപ്പിക്കാതെ ഹരീഷിനെയും നികേഷിനെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവിടെ ഇരുന്നതിന് സുഭാഷ് ഒരു കാര്യം പറയുകയാണ് ഇവരോട് രണ്ടുപേരോടും, എടാ സുധീഷിനെ വിളിക്കില്ല, അവൻ അറിയാതെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഹരീഷും നികേഷും സുഭാഷിൻ്റെ തീരുമാനങ്ങൾ എന്താണ് എന്നറിയുവാൻ വേണ്ടി ചെവി കോർത്തിരിക്കുന്ന സമയത്ത് സുഭാഷ് പറയാണ്, എടാ നമ്മുടെ ഇന്ന് നടന്ന സംഭവം നിധി ഒരിക്കലും നമ്മൾ കാരണം ഒരു സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ടാകില്ല, നാണക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകില്ല. ഇന്ന് നടന്ന സംഭവം നമ്മൾ കാരണമല്ലേ. നിധി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ 5 ആണുങ്ങൾ മാത്രമാണ്. അതുകൊണ്ടല്ലേ നാട്ടുകാർ പലതും പറയുന്നത്. അതുകൊണ്ട് ഇതിനൊരു അടിയന്തരമായ ഒരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷും നികേഷും എന്താണ് സുഭാഷിയുടെ തീരുമാനമെന്ന് കേൾക്കാൻ വേണ്ടി വീണ്ടും എന്താണ് സുഭാഷേട്ട എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് സുഭാഷ് പറയാൻ, എടാ നമുക്ക് 3 പേർക്കും വേറൊരു വീട്ടിലേക്ക് മാറിയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഹരീഷും നികേഷും ഒന്നും ചെട്ടുന്നുണ്ട് കേട്ടോ. എന്താണ് സുഭാഷേട്ട ഇത് പറയുന്നത്, സുഭാഷേട്ടൻ എന്താണ് ഈ പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ സുഭാഷ് പറയാണ്, മിണ്ടരുത് സുധീഷ്, ഇത് അറിയരുത്, ഞാൻ പറയുന്ന കാര്യം വളരെ രഹസ്യമായിരിക്കണം, പറയുന്ന കാര്യം വളരെ രഹസ്യമായിരിക്കണം എന്ന് പറയുകയും എന്നിട്ട് ആവർത്തിച്ച് സുഭാഷ് പറയാണ്, എടാ സുധീഷും നിധിയും ഇവിടെ തന്നെ താമസിക്കട്ടെ, നമുക്ക് തൊട്ടടുത്ത് വേറൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കാമെന്ന് പറയുകയാണ്. അതെന്തിനാണ് സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, എടാ നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ടാണല്ലോ നാട്ടുകാർ നിധിയെക്കുറിച്ച് അപവാദം പറയുന്നത്, അത് ഇനി നിർത്തലാക്കണം. അതുകൊണ്ട് സുധീഷും നിധിയും മാത്രം ഇവിടെ താമസിക്കുകയും നമ്മൾ ദൂരെയെങ്ങുമല്ല, തൊട്ടടുത്ത് ഇവർ വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഇവരെ എന്നും കാണുവാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാം എന്ന് പറയാണ്. അപ്പോൾ നികേഷിൻ്റെ മുഖം വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സുഭാഷ് കണ്ടു. സുഭാഷ് എന്നിട്ട് ചോദിക്കുക, നികേഷെ നീ സങ്കടപ്പെടരുത്, കാരണം നിന്റെ സങ്കടം എനിക്കറിയാം. നിനക്ക് നിന്റെ ചേട്ടത്തി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതല്ലേ കാണാൻ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അകലെയൊന്നുമല്ലോ എന്നും കാണുവാനും, എന്നും അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും വിളി കേൾക്കാവുന്ന ദൂരത്തേക്ക് നമുക്കൊന്ന് മാറി നിന്ന് നിധിയുടെ സന്തോഷമല്ലേ നമുക്ക് കാണേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ നികേഷ് പറയാം, ശരിയാ നികേഷ്, സുഭാഷ് ഏട്ടാ, നീ ഏട്ടത്തി സങ്കടപ്പെടുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, നീ അതിനുവേണ്ടി ഏട്ടത്തിയുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നികേഷും പറയാം. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് പെട്ടെന്ന് ചാടി എണീക്കുക. ഇത് കണ്ട് സുഭാഷും നികേഷും ഹരീഷും ഞെട്ടിപ്പോവുക കേട്ടോ. അപ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, എൻ്റെ അടുത്തിരുന്ന് ഗൂഢാലോചന നടത്തിയിട്ട് ഞാൻ ഉറങ്ങിയില്ലേ എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടായിരുന്നെങ്കിൽ അല്പം മാറിയിരുന്ന് രഹസ്യം പറയണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് സുഭാഷ് ഒരു ചമ്മിപ്പോവുക കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ അപ്പോൾ ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ കേട്ടില്ല, നിങ്ങൾ എന്തായാലും എടുത്ത തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, കേട്ടോടാ അവനൊന്നും കേട്ടില്ല എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് പറയും, എൻ്റെ സുഭാഷ് ഏട്ടാ, അവൻ സുധീഷ് ഏട്ടൻ കളിയാക്കിയതാണ് എന്ന് പറയാണല്ലോ. ഈ സമയത്ത് സുഭാഷ് ചോദിക്കുക, നീ എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ്.
അല്ലാതെ പിന്നെ എന്താണ് സുഭാഷ് ചേട്ടാ എൻ്റെ അടുത്തിരുന്ന് രഹസ്യം പറഞ്ഞ് ഞാൻ ഉറങ്ങിയെന്ന് എൻ്റെ മുഖത്ത് ലൈറ്റ് അടിച്ച് നോക്കിയതേ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും രഹസ്യം പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി കണ്ണടച്ച് വെറുതെ കിടന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് ചോദിക്കുക, എടാ എന്നാ നീ ഞങ്ങൾ പറഞ്ഞ കാര്യമെല്ലാം കേട്ടെങ്കിൽ ഞാനെടുത്ത തീരുമാനം എങ്ങനെയാ, സെറ്റപ്പാണോ അല്ലെങ്കിൽ അത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും സുധീഷ് സൂപ്പറാണ്, സുഭാഷ് ഏട്ടൻ്റെ ഐഡിയ എല്ലാം വളരെ മനോഹരമാണ് എന്ന് പറയുകയാണ്. വീണ്ടും സുഭാഷിൻ്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ടാവുക. എന്നിട്ട് ഹരീഷിനോട് പറയാം, കണ്ടോളാ സുധീഷിന് പോലും അത് ഇഷ്ടപ്പെട്ടു പോയി, സുധീഷ് പറഞ്ഞു കേട്ടില്ലേ അതാണ് ശരിയെന്ന്, അതുകൊണ്ട് നമ്മൾ ആ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് വീണ്ടും ഹരീഷ് പറയും, എൻ്റെ പൊന്ന് പൊട്ടൻ സുഭാഷ് ഏട്ടാ, അയാൾ നിങ്ങളെ കളിയാക്കുന്നതാണ് എന്ന് പറയുകയാണ്. വീണ്ടും സുഭാഷിൻ്റെ മുഖം മ്ലാനതയിലേക്ക് വരികയും സുധീഷിനെ നേരെ നോക്കുമ്പോൾ സുധീഷ് പറയാണ്, സുഭാഷ് ഏട്ടാ നിങ്ങൾ ഇത്രത്തോളം പൊട്ടനായിപ്പോയോ, നിധി ഇവിടെ താമസിക്കാൻ തന്നെ എനിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളോടെല്ലാം സ്നേഹമുള്ളതുകൊണ്ടാണ്, നിങ്ങളോടൊപ്പം ജീവിക്കുവാൻ വേണ്ടിയാണ് നിധിക്ക് താല്പര്യം. ഒരു പക്ഷെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിധിയോടൊപ്പം താമസിച്ചാലും നിധിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. പക്ഷെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് ഞാനും നിധിയും മാത്രം ഈ വീട്ടിൽ താമസിക്കുമെന്ന് സുഭാഷ് ഏട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ശരിയാണ്, സുഭാഷിന് അപ്പോഴാണ് മനസ്സിലായത് നികേഷിനെയും ഹരീഷിനെയും സുഭാഷിനെയും ഒക്കെയാണ് നിധി കൂടുതലായി സ്നേഹിക്കുന്നത്. അവരോടൊപ്പം എൻജോയ് ചെയ്യുവാനും സംസാരിക്കുവാനാണ് നിധിക്ക് താല്പര്യം. അതുകൊണ്ട് താനെടുത്ത ആ തീരുമാനം വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത് ചിന്തിച്ച് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.